ഹായ് ഫ്രണ്ട്സ് ടൂറിട്ട് പോവാം. ജിമ്മിന് പറഞ്ഞിട്ട് മമ്മിയോട് ഞാൻ ബാത്റൂം പോയിട്ട് വരാമെന്ന്. അങ്ങനെ പോയി ഹീറോയ്ക്ക് ഷോക്കായി, ഇവരുടെ കേട്ട് പറ്റും. അങ്ങനെ പോയിട്ട് ജിമ്മിൻ്റെ ഉമ്മി ടോസ്റ്റ് കേട്ട്, ഇത് നിങ്ങളെ മോനാപ്പോൾ പോയത്? അതെ. ബേബി ഓർത്താണോ അങ്ങനെ ചോദിച്ചായിരുന്നു. അതെ എന്ന് പറഞ്ഞായിരുന്നു. ശരി, ഓക്കെ. ഇവൻ അങ്ങനെ ഹീറോയി ജിമ്മിന് ബാത്റൂം പോയി. ഇങ്ങനെ കൈ കെട്ടിട്ട് അവിടെ കാക്ക തുടങ്ങിയായിരുന്നു. ജിമ്മിന് ബാത്റൂം പോയിട്ട് ക്ലീൻ ചെയ്ത് വീട് വാഷ് ചെയ്തത് ജിമ്മിന് അത് ഫ്ലാഷ്ബാക്ക് ഓർത്തും ഭയങ്കര സാഡായി. ജിമ്മിൻ ഇങ്ങനെ വെളിയിൽ വന്നു. ഹീറോയിന് ഷോക്കായിരുന്നു. ഹീറോയിൻ മുറയ്ക്കായിരുന്നു ജിമ്മിന്. മാം, നിങ്ങളെന്താ ചെയ്യാം? അങ്ങനെ ജിമ്മിനെ പിടിച്ചിട്ട് അങ്ങനെ അവിടെ ജിമ്മിൻ എന്താ ശരി ജിമ്മിൻ, എനിക്ക് ഞാൻ കുറച്ച് സംസാരിക്കണം. മാം അത് ശരി. ജിമ്മിനോട് പറയാൻ തുടങ്ങി, ഇപ്പം നീ വീട്ടിലേക്ക് പോയ ശേഷം ഞാൻ പറഞ്ഞവർക്ക് വരണം. അങ്ങനെ ഒരു കാർഡ് കൊടുത്തു ജിമ്മിൻ. മീറ്റ് ചെയ്യാം മാം, അത് നൈറ്റ് തന്നെ മീറ്റ് ചെയ്യാൻ വരണം, വാ. ഞാൻ ഡ്രസ് പറഞ്ഞു. മാഡം അത് ഇപ്പോൾ മണി 5 മണിയായി, നീ 7 മണിയാകുമ്പോൾ വാ എന്ന് പറഞ്ഞ് ഹീറോയി അവിടുന്ന് പോയി. മാം, അത് 7 മണിക്ക് വാ എന്ന് പറഞ്ഞ് ഹീറോയി മുറച്ച് പോയി ജിമ്മിനെ. മാഡം അത് ഇത് പറഞ്ഞ് കേൾക്കാതെ ഹീറോയി അവിടുന്ന് പോയി മുറച്ചിട്ട്. എന്താ ഇപ്പം ചെയ്യുക? ഇപ്പോൾ ഡിന്നറെല്ലാം കഴിച്ചു ജിമ്മിന്. ഇപ്പോൾ 6 അങ്ങനെയായിട്ട് ബേബിനെല്ലാം കൊണ്ടുപോയിട്ട് ഇപ്പോൾ കാറൊക്കെ കഴിഞ്ഞ് 6 മണിയായല്ലോ, 6:30 പോയിട്ട് എത്തണം. മോം, വീട്ടിൽ പോവാ. എന്താടാ? എനിക്ക് കുറച്ച് ജോലിയുണ്ട് മമ്മി. ശരിടാ. അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയിട്ടാക്കി. ജിമ്മിന് ഭയങ്കര സാഡായിരുന്നു. ജിമ്മിന് പോയിട്ട് കുളിച്ച് ഫ്രഷായിട്ട് അങ്ങനെ ബൈക്ക് എടുത്തു. എടാ, ബൈക്ക് എടുത്തിട്ട് അതെ മോം ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അങ്ങനെ ബൈക്ക് എടുത്ത് സ്റ്റാർട്ടായി. കുറച്ച് ട്രാഫിക് ജാമായിരുന്നു. 7:40. അയ്യോ, പോയിട്ട് എത്തണം. 7:40. അയ്യോ, 7 മണിക്ക് വരാൻ പറഞ്ഞല്ലോ. അങ്ങനെ എന്നെ കുടുകുടി എടുത്തുകൊണ്ട് വണ്ടി എടുത്തുകൊണ്ട് പോയി. എന്നെ വെല്ലടിച്ചു. അങ്ങനെയായിട്ട് ഹീറോയി വാത തുറന്നായിരുന്നു. ഷോക്കായിരുന്നു. മാം, വീട്ടിലകത്ത് വാന്ന് പറഞ്ഞു. വീട് നോക്കുമ്പോൾ ആരും ഇല്ലായിരുന്നു. ജിമ്മിനൊക്കെ ഷോക്കായിരുന്നു. മാം, നിങ്ങൾ തനിയാണുള്ളത്? വീട്ടിൽ ആരുമില്ല മാഡം, നിങ്ങൾ തനിയാണോ ഉള്ളത്? വീട്ടിൽ ആരുമില്ല മാം. ആരുമില്ല, വീട്ടിലകത്ത് വാ. അങ്ങനെ ഹീറോയി അകത്ത് വരാൻ പറഞ്ഞു. ലോക്ക് ചെയ്ത് ജിമ്മിനിക്ക് പടപട അടിക്കാൻ തുടങ്ങി. ജിമ്മിനോട് കേൾക്കാൻ തുടങ്ങി. ജിമ്മിൻ, മാം, നീ പഠിക്കുന്ന എനിക്കറിയോ? ഒരു ഡൗട്ടിൽ ചോദിക്കാം. എനിക്ക് എത്ര ഏജായി? മാം, എനിക്ക് 18 വയസ്സ്. അപ്പോൾ എങ്ങനെയാ ബേബിയാണത്? മാഡം, അത് മാഡം പറഞ്ഞേക്കും മാം, ഞാൻ പഠിക്കുന്നില്ല മാം എന്ന് ചോദിക്കുന്നത്. അങ്ങനെ ഹീറോയി ജിമ്മിനെ അതിലേക്ക് തള്ളി ജിമ്മിനെ നോക്കുമായിരുന്നു. മാഡം, നിങ്ങൾ എന്താ ചെയ്യുക മാം? ഞാനൊരു ഡൗട്ടിൽ ചോദിക്കാം മാം. ജിമ്മിൻ, നീ ഇപ്പോൾ ഒരു വട്ടം എൻ്റെ പുറകെ നടന്നായിരുന്നു. ഇപ്പോൾ കുറേ ഡേയ്സ് കഴിഞ്ഞപ്പോൾ നീ ഇപ്പോൾ അതൊന്നുമില്ല. ജിമ്മിൻ ഫ്ലാഷ് ബാക്ക് വർക്കായിരുന്നു. ജിമ്മിൻ അതെ, ഹീറോയി കോളേജ് പഠിക്കുമായിരുന്നു. അതുകൊണ്ട് ഹീറോയ്ക്ക് ഭയങ്കര ഫോളോ ചെയ്ത് പ്രപ്പോസ് ചെയ്തായിരുന്നു. ജിമ്മിനിക്ക് ഹീറോയിന് ഒത്തിരി ഇഷ്ടമായിരുന്നു, ഒരു ക്രഷായിരുന്നു. ഇപ്പോൾ നീ കോളേജിൽ വന്ന പിന്നെ സ്കൂളിൽ മോശമില്ലായിരുന്നു. ഇപ്പോൾ കോളേജിൽ വന്ന പിന്നെ ഇപ്പോൾ മാറ്റം വന്നല്ലോടാ ജിമ്മിൻ, എന്താടാ പറ്റി? 10th പഠിക്കുമ്പോൾ എന്നെ ഫോളോ ചെയ്തായിരുന്നു. 12+1 എൻ്റെ പുറകെ നടക്കണം. +2 എത്തുമ്പോൾ പിന്നെ ഫസ്റ്റ് ഇയർ എത്തുമ്പോൾ ഇപ്പോൾ കുറച്ച് മാറ്റം വന്നു. എന്താടാ സംഭവിച്ചത് ജിമ്മിൻ? അങ്ങനെ ജിമ്മിനോട് കേട്ടായിരുന്നു. ജിമ്മിന് കരഞ്ഞിട്ട് ഹീറോയിനെ ഹക്ക് കരയാൻ തുടങ്ങി. മാം എന്താ കരഞ്ഞിട്ട് പറയാൻ തുടങ്ങി. മാം, എൻ്റെ ചേട്ടാ എനിക്ക് അറിയാതെ തുടങ്ങിയായിരുന്നു. ഷോക്കായിരുന്നു. ജിമ്മിൻ, ചേട്ടാ? അതെ മാം, നിങ്ങൾക്ക് പ്രൊപ്പോസ് ചെയ്യാൻ വന്നത്. അന്ന് പ്രൊപ്പോസ് ചെയ്യാൻ വന്നത് എൻ്റെ ചേട്ട ആക്സിഡൻ്റായി. അവർ ഇതായത് കേസിട്ട് പറയാൻ തുടങ്ങി. ആക്സിഡൻറ്റിൽ ബോഡി അങ്ങനെ തണ്ണയ്ക്ക് വീണു. കടൽ തണ്ണയ്ക്ക് വീണു. അങ്ങനെ കാറിൽ എൻ്റെ ചേട്ടൻ വൈഫ് അവർ 2 കാറിൽ പോകുമ്പോൾ ആക്സിഡൻ്റായി കടലിൽ വീണു. അവർ ബോഡിയൊന്നും ഇതുവരെ കണ്ടുപിടിച്ചതുമില്ല. അവർ അങ്ങനെയായിട്ട് കരഞ്ഞിട്ട് ജിമ്മിന് പറഞ്ഞായിരുന്നു. അതിന് ജിമ്മിന് ഭയങ്കര കരയായിരുന്നു. അതിന് ജിമ്മിനെ സമാധാനമാക്കുമായിരുന്നു. ടെൻഷൻ ഒന്നാക്കാണ്ട് ജിമ്മിന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഇപ്പോഴും എൻ്റെ അമ്മ അച്ഛനും ചേട്ടനും ജീവിച്ചിട്ടുണ്ട്, ചേട്ടന് വരും അങ്ങനെ പറഞ്ഞ് ഇപ്പോൾ സമാധാനമാക്കുക. അങ്ങനെയായിട്ട് ജിമ്മിൻ കരഞ്ഞിട്ട് പറയായിരുന്നു. അതെ, അങ്ങനെ ജിമ്മിൻ കരഞ്ഞാണ് ഹീറോയി. അതും മാത്രമല്ല അമ്മ അച്ഛൻ അങ്ങനെ പറഞ്ഞാൽ ജിമ്മിൻ കരഞ്ഞിട്ട് പറയുന്നത്. ഹീറോയി സമാധാനമാക്കാൻ തുടങ്ങി. വിഷമിക്കണ ജിമ്മിൻ, എൻ്റെ ചേട്ടന് എന്ത് പ്രശ്നമുണ്ട് ഒരുപോലെ ജിമ്മിൽ ഉണ്ടായാൽ ചേട്ടൻ വിഷമിക്കണ ജിമ്മിൻ സമാധാനമാക്കിയ ഹീറോയിൻ. ജിമ്മിനിക്ക് ഹീറോയിനെ ഒത്തിരി ഇഷ്ടമാണ്.
അങ്ങനായിട്ട് ജിമിൻ ശരി ഓക്കെ ജിമിൻ അപ്പോൾ നീ വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞു. ശരി മാം. ജിമിൻ മാം എന്ത് മാഡം? ഇല്ല നീ പഠിച്ചോ, നല്ല പഠിക്കുന്നല്ലേ, നല്ല ഇതാക്കണം മനസ്സിലായോ? ശരി മാം എന്ന് പറഞ്ഞ് ഷാഡ ഒന്നും വേണ്ട എന്നാൽ സമാധാനമൊക്കെ ജിമ്മിന് അയച്ചു. ജിമ്മിന് വീട്ടിലേക്ക് വന്നു. എന്നാൽ ഹീറോയിൻ ഇങ്ങനെ ശരി ഇവനിങ്ങനെ വെച്ച് ശരിയാവില്ല, എന്നെ വീട്ടിൽ സംസാരിച്ച് ശരി മോം പറഞ്ഞേക്ക് എന്ന് പോയിട്ട് പറഞ്ഞു. അതുകൊണ്ട് ജിമ്മിന് എന്താ മണി പറയണത്, 18 വയസ്സ് ചെക്കന് എങ്ങനെ അമ്മ മാരേജ് അയക്കാൻ പറ്റും, മോം പ്ലീസ് എന്ന് പറഞ്ഞാണ്. വീട്ടിലാരും സമ്മതിച്ചില്ല. എന്നെ ജിമ്മിൻ്റെ വീട്ടിൽ വന്ന് സംസാരിച്ചു. അവർ പറഞ്ഞു 18 വയസ്സ് അതെങ്ങനെ ഇപ്പോൾ സെറ്റാവും എന്ന് പറഞ്ഞു. അങ്ങനെയായിട്ട് ജിമ്മിൻ്റെ മമ്മിക്ക് ഓക്കെയാണ് ആയി. എൻ്റെ ഹസ്ബൻഡ് സമ്മതിച്ചത് അന്ന് വേറെ വല്ല ബേബിക്ക് വേണ്ടി. അങ്ങനെ ജിമ്മിൻ്റെ ഡാഡി സമ്മതിച്ചു. അങ്ങനെ 2 പേർക്ക് മാരേജും ആയി. ഹീറോ ബേബിനെ എന്നൊക്കെ സ്വന്തം ബേബിനെ വരെ ക്യാരിങ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ബേബി എപ്പോഴും ചോദിക്കായിരുന്നു മോം ഡാഡ് എപ്പോൾ മോം ഡാഡി വരും എന്ന് കേട്ടു. അങ്ങനെ ഡേസ് പോകാൻ തുടങ്ങി. ജിമ്മിനൊക്കെ ഒരു ഡൗട്ട് വന്നു. അതെ എപ്പോഴില്ലാതെ ഒരു ഡൗട്ട്, അതെ ഡൗട്ട് വന്നു. അങ്ങനെയായിട്ട് ഡൗട്ടിൽ ജിമ്മിൻ ഒരാളെ നോക്കുമായിരുന്നു. അതുകൊണ്ട് ജിമ്മിൻ ഷോക്കായിരുന്നു. ഇവനെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. അതെ ജിമ്മിൻ അതെ കാർ ഡ്രൈവർ, ആ ഡ്രൈവിങ് ചെയ്യുന്ന ആ കാർ ഡ്രൈവറിനെ അവരൊക്കെ അത് പോകുമ്പോൾ ആ കാർ ഡ്രൈവർ ഉണ്ടായിരുന്നു. അങ്ങനെ ഫോളോ ചെയ്ത് ആ കാർ ഡ്രൈവറിനെ ഫോളോ ചെയ്ത് വരുമ്പോൾ ജിമ്മിനൊക്കെ ഷോക്കായിരുന്നു. അതെ ജിമ്മിൻ്റെ ചേട്ടൻ്റെ വൈഫ് അവർ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കണം കേട്ടു. ജിമ്മിൻ ഒത്തു കേട്ടു. ആരടാ എന്നെ ഫാമിലി കൊല്ലാൻ നോക്കുന്നു, എനിക്ക് കണ്ടുപിടിച്ച് പറ്റൂ. അങ്ങനെ ജിമ്മിൻ്റെ ചേട്ടൻ ടെൻഷനെ വഴക്ക് പറയായിരുന്നു. അങ്ങനെ ജിമ്മിൻ്റെ ചേട്ടൻ പറയാൻ തുടങ്ങി, എങ്ങനെ എൻ്റെ ഫാമിലി അവിടെ കൈ വെച്ച് ഞാൻ വീട്ടിൽ അങ്ങനെയായിട്ട് മറട്ടായിരുന്നു. ശരി സാർ കണ്ടുപിടിച്ചു. അങ്ങനെ ജിമ്മിൻ ഫോളോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചേട്ടൻ ക്രിമിനൽസിനെ പിടിച്ചു. അങ്ങനെയായിട്ട് പോലീസ് പിടിച്ചു, കേസായി, അവനെ കൊന്നു കളഞ്ഞു. ജിമ്മിനൊക്കെ ഷോക്കായിരുന്നു. അങ്ങനെ എല്ലാ കേസും ജോലി ചെയ്തു. ജിമ്മിനൊക്കെ ഷോക്കായി നോക്കിയായിരുന്നു. അവിടേക്ക് ജിമ്മിൻ ബൊത്തും അത് കണ്ട് ഗൺ ഷൂട്ട് ചെയ്യുന്ന കണ്ട് ജിമ്മിൻ്റെ ചേട്ടൻ ഗൺ ഷൂട്ട് ചെയ്യുന്ന കണ്ടിട്ട് അങ്ങനെയായിട്ട് കൊല്ലുന്ന കണ്ട് ജിമ്മിനൊക്കെ ഷോക്കായിരുന്നു. അവിടേക്ക് ബൊത്തൊന്നും വാങ്ങി. ഇത് കേട്ട് ഷോക്കായി നോക്കുമ്പോൾ ജിമ്മിൻ്റെ ചേട്ടൻ ഷോക്ക്. അയ്യോ ജിമ്മിൻ എന്താടാ ഇവിടെ ചെയ്യുന്നതെന്ന് ഓടി വന്ന് ചേട്ടനെ ഹക്ക് ചെയ്ത് ജിമ്മിൻ നീ എന്താടാ ഇവിടെ ചെയ്യുന്നത്?